നമസ്കാരം. വാഹനപ്രേമികളുടെ ഉത്സവമായ ഓട്ടോ എക്സ്പോ 6 ദിവസമായി ഡൽഹിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2025ന്റെ ഭാഗമായി ഈ വർഷം മുതൽ കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിലാണ് ഓട്ടോ എക്സ്പോ നടത്തുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എക്സ്പോ ഉദ്ഘാടനം ചെയ്യുന്നത്. വാഹന ബ്രാൻഡുകൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളും ഭാവി സാങ്കേതിക വിദ്യകളും പ്രദർശിപ്പിക്കാനുള്ള വേദിയായി ഓട്ടോ എക്സ്പോ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഓട്ടോ എക്സ്പോയിലെ ഹോണ്ട പവലിയനിൽ കാണികളുടെ ശ്രദ്ധയാകർഷിക്കുന്നത് ഒരു സവിശേഷ വാഹനമാണ്. കാഴ്ചയിൽ ഇതൊരു സ്യൂട്ട് കേസ് പോലെയാണ്. യഥാർത്ഥത്തിൽ സ്യൂട്ട് കേസ് അല്ലെങ്കിലും മറിച്ച് അതേ ഡിസൈനിൽ വരുന്ന ഒരു ഇലക്ട്രിക് വാഹനമാണ്. ഹോണ്ട മോട്ടോ കോമ്പാക്ടോ എന്നാണ് ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ പേര്. ഇതിന് മുന്നിലും പിന്നിലും 2 ചക്രങ്ങൾ, ഒരു ഹാൻഡിൽ ബാർ, ഒരു ഹെഡ്ലൈറ്റ് മുതലായവ നൽകിയിട്ടുണ്ട്. കൂടാതെ വാഹനം പാർക്ക് ചെയ്യുന്നതിന് ഒരു സൈഡ് സ്റ്റാൻഡും നൽകിയിട്ടുണ്ട്. ഈ സംഗതികൾ ഉണ്ടെങ്കിലും വെറും 19 കിലോഗ്രാം ഭാരം മാത്രമാണ് ഈ നൂതന ഉൽപ്പന്നത്തിനുള്ളത്. ഭാരം കുറവാണെങ്കിൽ 220 കിലോഗ്രാം വരെ താങ്ങുമെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇത് സ്യൂട്ട് കേസ് മാതൃകയിൽ മടക്കാൻ സാധിക്കുന്നതിനാൽ പാർക്കിംഗ് എന്നത് ഒരു വിഷയമേ അല്ലാതായി മാറുന്നുണ്ട്. പുറത്തുനിന്ന് കാണാത്ത വിധത്തിൽ അതിന്റെ ഹാൻഡിൽ ബാർ പോലും മടക്കാനുള്ള സൗകര്യമുള്ളതിനാൽ ഒരു സ്യൂട്ട് കേസ് പോലെ മടക്കി ഒരു മൂലയിൽ സൂക്ഷിക്കാം. നല്ല ഒതുക്കമുള്ള ഡിസൈൻ കാരണം ഈ സ്കൂട്ടർ എളുപ്പത്തിൽ കൊണ്ടു നടക്കാനുമാകും. വെറും 742 mm മാത്രമാണ് മോട്ടോ കോമ്പാക്ടോയുടെ നീളം. 742 mm നീളവും 94 mm വീതിയും 546 mm ഉയരവുമുണ്ട്. 110 വാട്ട് സോക്കറ്റ് ഉപയോഗിച്ച് വെറും 3.5 മണിക്കൂറിനുള്ളിൽ റീചാർജ് ചെയ്യുന്ന 0.7 കിലോവാട്ട് അവർ ബാറ്ററിയാണ് സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. ഈ ഇലക്ട്രിക് വാഹനത്തിന് ഫുൾ ചാർജിൽ പരമാവധി 19 കിലോമീറ്റർ ദൂരം വരെ സഞ്ചരിക്കാൻ സാധിക്കും. പെർമനന്റ് മാഗ്നറ്റിക് ഡയറക്ട് ഡ്രൈവ് മോട്ടോർ 490 വാട്ട് പീക്ക് ഔട്ട്പുട്ടും 16 Nm ടോർക്കും നൽകുന്നുണ്ട്. ഇതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 24 കിലോമീറ്റർ ആണ്. ഹ്രസ്വദൂര യാത്രകൾക്ക് ഉപയോഗിക്കുന്ന വാഹനം എന്ന നിലയിലാണ് ഇത് ആഗോള വിപണിയിൽ വിൽക്കുന്നത്. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ചാർജ് ചെയ്താൽ തന്നെ ഒരു 10 കിലോമീറ്ററിൽ താഴെ മാത്രം ചുറ്റളവിലാണ് ഓഫീസോ കോളേജോ എങ്കിൽ സുഖമായി പോയി വരാം. എന്നാൽ ഈ വാഹനത്തിൽ ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഒരാൾക്ക് മാത്രം യാത്ര ചെയ്യാൻ പറ്റിയ സൈക്കിളിന് സമാനമായ സീറ്റാണ് ഇതിന് ലഭിക്കുന്നത്. റൈഡറുടെ സുരക്ഷയ്ക്കായി ഹോണ്ട മോട്ടോ കോമ്പാക്ടോയുടെ പിന്നിൽ ഒരു ചുവന്ന ലൈറ്റും മുന്നിൽ ഒരു തിളക്കമുള്ള ഹെഡ്ലൈറ്റും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം ഫുട്വെൽ സ്പേസ്, ചെറിയ സ്റ്റോറേജ് കപ്പാസിറ്റി, ഡിജിറ്റൽ സ്പീഡോമീറ്റർ, സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി എന്നിവ അടക്കമുള്ള സവിശേഷതകളും ലഭിക്കുന്നതിനാൽ ആള് ചില്ലറക്കാരനല്ലെന്ന് തന്നെ പറയാം. 1980കളിലെ ഹോണ്ട മോട്ടോ കോംപോയുടെ ഇലക്ട്രിക് പുനർവ്യാഖ്യാനമാണ് മോട്ടോ കോമ്പാക്ടോ. ഹോണ്ട മോട്ടോ കോംപോയെ തുടക്കത്തിൽ ഒരു ട്രങ്ക് ബൈക്ക് ആയിട്ടാണ് അവതരിപ്പിച്ചത്. അത് അന്ന് പുതുതായി അവതരിപ്പിച്ച ഹോണ്ട സിറ്റി പോലുള്ള സബ് കോമ്പാക്ട് കാറുകളുടെ ബൂട്ടിൽ ഹിറ്റ് ആകുമായിരുന്നു. സിറ്റിയുടെ ബൂട്ട് മോട്ടോ കോംപോയെ ചുറ്റിപ്പറ്റിയാണ് പ്രത്യേകം വികസിപ്പിച്ചെടുത്തത്. ഒരു പ്രത്യേക മോട്ടോർ സൈക്കിൾ ആയിട്ടല്ല, ഫാക്ടറി ആഡ് ഓൺ ആയിട്ടാണ് വിറ്റത്. ഒതുക്കമുള്ളതും മടക്കാനാവുന്നതുമായ ഡിസൈനും കാര്യക്ഷമമായ പെർഫോമൻസുമുള്ള മോട്ടോ കോമ്പാക്ടോ അർബൻ മൊബിലിറ്റി മേഖലയിലേക്കുള്ള ആകർഷകമായ ഒരു കൂട്ടിച്ചേർക്കലായി മാറും. ഈ വാഹനം എപ്പോൾ ഇന്ത്യയിൽ വിൽക്കണം എന്നതിനെക്കുറിച്ച് ഹോണ്ട ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. ഏതായാലും ഓട്ടോ എക്സ്പോയിൽ EV നിരവധി ആളുകളുടെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. എക്സ്പോയിൽ നിന്നുള്ള പ്രതികരണം അളന്ന ശേഷമായിരിക്കും ജാപ്പനീസ് ബ്രാൻഡ് EV ഇന്ത്യയിൽ വിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്.